ഇനി 2 ദിവസത്തിനുള്ളിൽ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ചേച്ചി. നീ ഭയപ്പെടേണ്ട സുബി. കഷ്ടകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക എന്ന് യഹോവ പറഞ്ഞിട്ടില്ലേ? നമുക്ക് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാം. യേശുദേവൻ തീർച്ചയായിട്ടും നമുക്ക് സഹായം ചെയ്യും ചേച്ചി. അപ്പോൾ അപകടം പതിയിരിക്കുന്ന ഈ ലോകത്ത് എപ്പോഴാണ് കഷ്ടകാലം ഉണ്ടാവുക എന്നറിയാതിരിക്കുന്ന ചുറ്റുപാടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരാശ്രയമുണ്ട്. അനുകൂലമായി നിൽക്കുന്ന, തുണയായി നിൽക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ. ഇന്നേ ദിവസം ഈ പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കുടുംബത്തിൽ ഒരു ഉണർവുണ്ടാകണം. അതിനായി സ്ത്രീകളുടെ ഇടയിൽ ഒരു ഉണർവുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ പരിപാടി ഞങ്ങൾ പ്രാർത്ഥനയോടെ അവതരിപ്പിക്കുന്നത്. ഇന്നേ ദിവസം കഷ്ടകാലത്ത് ദുഃഖിക്കരുത് എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത്. നമ്മുടെ ഈ ജീവിതത്തിൽ പല വിധങ്ങളിലും പല ചുറ്റുപാടുകളിലും കഷ്ടകാലം നമുക്ക് വരാറുണ്ട്. വ്യാധി കാരണം, അപകടം കാരണം, ബിസിനസ്സിലുണ്ടാകുന്ന നഷ്ടങ്ങൾ കാരണം, ജോലി പോകുന്നത് കാരണം, ദുഷ്ടരായ മനുഷ്യർ കാരണം ഒക്കെ നമുക്ക് കഷ്ടകാലം വരാറുണ്ട്. നമ്മൾ വിശ്വസിച്ചിരുന്നവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയാതെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ പലപ്പോഴും തളർന്നു പോകുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, കഷ്ടകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കും എന്ന്. ആപത്ത് വരുമ്പോൾ നമ്മെ രക്ഷിക്കുന്ന കവചം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതിനാൽ വിഷമിക്കരുത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്നതാണ്. ഇപ്പോൾ ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. ഒരു ലേഡി അറസ്റ്റ് ചെയ്യുമ്പോൾ ലേഡി കോൺസ്റ്റബിൾ ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ആദ്യം വണ്ടിയെ കയറ്. നീ ചെയ്തത് നന്നായി സുബി. അതെ ചേച്ചി, ഇതുപോലെ ഒരുപാട് പേര് പണം കൊടുത്തിട്ടുണ്ടാവില്ലേ? അവർക്കൊന്നൊരു പ്രശ്നം വരാൻ പാടില്ല ചേച്ചി. അതുകൊണ്ടാണ് ഞാൻ പോലീസിനെ വിളിച്ചറിയിച്ചത്. ഇനിയിപ്പോ ആരൊക്കെ പണം കൊടുത്തിട്ടുണ്ടായാലും അവർക്കൊക്കെ ആ പണം തിരിച്ചു കിട്ടത്തില്ലേ ചേച്ചി? തീർച്ചയായും അവരുടെ പണമൊക്കെ അവർക്ക് തിരിച്ചു കിട്ടും. എനിക്കത് മതി ചേച്ചി. ചേച്ചി, ചേച്ചി, എന്തു പറ്റി? ഞാൻ വന്നതുപോലും അറിയാതെ എന്താ ഇത്ര ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നും ആലോചിച്ചതല്ല മോളെ, എനിക്ക് പേടിയാവുന്നു. എന്തിനാ ചേച്ചി? പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോയ സരസ്വതി ജയിലിൽ നിന്ന് പുറത്തു വന്നു. എന്തെങ്കിലും അവര് ചെയ്താലോന്ന് ഓർത്തിട്ട് എനിക്ക് പേടിയാകുന്നു. പേടിക്കണ്ട ചേച്ചി, യേശുദേവൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഒന്നും സംഭവിക്കില്ല. എങ്ങനെയാ മോളെ ഞാൻ പേടിക്കാതിരിക്കാം? ഞാനും എന്റെ മോനും ഇവിടെ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. യേശുദേവൻ നിങ്ങൾക്ക് തുണയായിട്ടുണ്ടാവും, പേടിക്കണ്ട. എന്താ ഇത്? ആ സ്ത്രീക്കെതിരെ എന്തിനാ പോലീസ് കംപ്ലൈന്റ് കൊടുത്തേ? അതൊരു മോശ സ്ത്രീയാ. നിങ്ങളാണെങ്കിൽ ഒറ്റയ്ക്കാ ജീവിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചാലോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാതെ അങ്ങനെ അങ്ങ് പോയിക്കൂടായിരുന്നോ?
അതെങ്ങനെ വെറുതെ വിടാൻ പറ്റും? കൺമുമ്പിൽ ഇങ്ങനെ തെറ്റ് നടക്കുമ്പോ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? നാളെ നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ആരെങ്കിലും സഹായത്തിന് വരുവോ? ദൈവം ഉണ്ടല്ലോ ചേച്ചി, എന്നെ ദൈവം നോക്കിക്കോളൂ. ശരി, എന്ന് ഞാൻ പോട്ടെ. വാ മോനെ. ഏയ്! എന്താ സുബി, ഞാൻ പുറത്തു വരില്ലെന്നാണോ നീ കരുതിയത്? ഞാൻ തിരിച്ചു വന്നു. ഇനി നീ സമാധാനത്തോടെ ജീവിക്കില്ല. നിന്റെ മേലെ തട്ടാനായിട്ട് ഒരു ബൈക്ക് വന്നില്ലേ, അത് നിന്റെ മേലെ കയറ്റാൻ എനിക്കറിയില്ലേ. ഇന്ന് നീ രക്ഷപ്പെട്ടു, നാളെ രക്ഷപ്പെടുവെന്ന് എനിക്കറിയില്ല. പാവം, നിന്റെ മകനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാ വിഷമം തോന്നുന്നത്. അമ്മയില്ലാത്ത കുഞ്ഞാവാൻ പാടില്ലല്ലോ. രാത്രി വാതിലൊക്കെ നന്നായി അടച്ചു പൂട്ടിയിട്ട് കിടന്നോ. ഇപ്പൊ കാലം മഹാമോശ. ആരെങ്കിലും ഉള്ളിലേക്ക് ചാടി കയറും, പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചും പോവും. ഞാൻ വീണ്ടും പറയാ, നിനക്കിനി സ്വസ്ഥത ഉണ്ടാവില്ല. അമ്മേ, ആ ചേച്ചിയുടെ കാര്യം വളരെ കഷ്ടമാണല്ലേ. ശരിക്കും പേടിച്ചിരിക്കുക. അതെ മോളെ, ആ സരസ്വതിയെ പോലീസിൽ പിടിച്ചു കൊടുത്തതുകൊണ്ട് അവര് പ്രശ്നം ഉണ്ടാക്കാന്ന് തോന്നുന്നു. അന്നൊരു ദിവസമാണെങ്കിൽ ഒരു ബൈക്കുകാരെ ഇടിക്കാൻ ചെന്നെന്ന് പറയുന്നത് കേട്ടു. വീട്ടിൽ ചെന്നിട്ടും പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നു. സുബി ചേച്ചി ശരിക്കും പേടിച്ചിരിക്കുക. നല്ലത് ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. എങ്കിലും കർത്താവ് അവർക്ക് തുണയായിട്ടുണ്ടാവും മോളെ. അമ്മേ, സുബി ചേച്ചിയെ പോയി നമുക്കൊന്ന് കണ്ടാലോ? ശരി മോളെ. ഏയ്, ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിനക്ക് നീ സ്വസ്ഥത ഉണ്ടാവില്ല. എണ്ണി 2 ദിവസം കൊണ്ട് നിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് നോക്കിക്കോ. നിന്നെ നിന്റെ മകനെ ഇവിടെ നിന്ന് ഓടിച്ചില്ലെങ്കിലേ എന്റെ പേര് സരസ്വതി എന്നല്ല. എന്തു പറ്റിയമ്മേ? അമ്മേ, അകത്തുനിന്ന് പൂട്ടിയിരിക്കയാ. ദാ കണ്ടില്ലേ, കോളിംഗ് ബെൽ അടിച്ചു നോക്ക്. സുബി, എന്ത് ചെയ്യാ? അമ്മേ, ഫോൺ വിളിച്ചു നോക്ക്. ഹലോ. ആ, ഹലോ സുബി, ഞങ്ങള് നിന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുക. ഒന്ന് ഗേറ്റ് തുറക്കാമോ? ആ, വരാ ചേച്ചി. വരൂ ചേച്ചി. പേടിക്കണ്ട സുബി, നമ്മുടെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ട്. ചേച്ചി, ഇനി 2 ദിവസത്തിനുള്ളിൽ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവര്. നീ ഭയപ്പെടേണ്ട സുബി. കഷ്ടകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക എന്ന് യഹോവ പറഞ്ഞിട്ടില്ലേ? നമുക്ക് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാം. ചേച്ചി, എനിക്ക് ഭയങ്കര പേടിയുണ്ട്. സുബി, നിന്റെ ബൈബിൾ എടുത്ത് ആവർത്തന പുസ്തകം 20:1 വായിക്ക്. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിട്ട്
കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ അവരെ കണ്ടു പേടിക്കരുത്. മിസ്രയൻ ദേശത്തു നിന്നും നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്റെ കൂടെയുണ്ട്. കർത്താവ് എന്താണ് പറയുന്നത്? നിനക്കെതിരായി പ്രവർത്തിക്കുന്ന ജനത്തെ കണ്ട് പേടിക്കരുതെന്ന്. അവര് നിന്നേക്കാളും വലിയവരാണെങ്കിലും പേടിക്കരുത്. കാരണം ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവ പറയുന്നില്ലേ സുബി? സുബി, നിനക്കെതിരായി വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ നിന്നേക്കാളും എല്ലാ കാര്യങ്ങളിലും വലിയ ആൾക്കാർ തന്നെയാ. എങ്കിലും നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് അവരെക്കാളും ഒക്കെ വലിയവനല്ലേ സുബി? അവനെ കടന്ന് ആർക്കും നിന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചേച്ചിക്ക് വരാത്ത ഭീഷണിയാണോ? അതിനൊക്കെ ഞാൻ പേടിച്ചിരുന്നെങ്കിൽ അത്ര തന്നെ. കഷ്ടകാലത്ത് നീ ഭയപ്പെടരുത്. എതിരിൽ വരുന്ന ജനത്തെ നോക്കരുത്. അടുത്തു തന്നെയുള്ള കർത്താവിനെ നോക്ക്. സുബി, നമുക്കിപ്പോ പ്രാർത്ഥിക്കാം. സുബിക്കെതിരായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ കർത്താവ് തറ പറ്റിക്കും. അതെ ചേച്ചി, ചേച്ചി ഇങ്ങനെ പേടിക്കല്ലേ. ചേച്ചിയെ കാണുമ്പോ എനിക്ക് തന്നെ സങ്കടമുണ്ട്. അപ്പൊ യേശുദേവനോ? യേശുദേവൻ തീർച്ചയായിട്ടും ചേച്ചിയെ സഹായിക്കും. പറയാമേ. ഇന്നലെ ഞാനും മേഴ്സിയും സുബിയുടെ വീട്ടിലേക്ക് പോയിരുന്നു. ചേച്ചി, ഞങ്ങൾ 3 പേരും കൂടി പ്രാർത്ഥിച്ചു. ചേച്ചി. അപ്പോ ചേച്ചി. സുബി വാ വാ ഇരിക്ക്. എന്താ സുബി, വളരെ സന്തോഷത്തിലാണല്ലോ. ചേച്ചി, നമ്മുടെ ജപമെല്ലാം യേശുക്രിസ്തു കേട്ടു ചേച്ചി. എന്താ സുബി പറയുന്നേ? എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ ആ സരസ്വതി? അവര് മുന്നേ തന്നെ ഒരു മന്ത്രിയുടെ അടുത്തു നിന്നും പണം തട്ടിയെടുത്തിട്ടുണ്ടെന്ന്. ഇപ്പൊ ആ കേസ് പൊടി തട്ടിയെടുത്ത് വീണ്ടും അന്വേഷിക്കാൻ പോവാ. എങ്ങനെ ഇരിക്കുന്നു? ഓ, ചേച്ചിയെ ഭീഷണിപ്പെടുത്തിയ ആ സ്ത്രീയെ ഇപ്പൊ കാണാനില്ലെന്ന്. ഇപ്പോഴാ ടിവിയിൽ ഈ ന്യൂസ് കണ്ടത് ചേച്ചി. വളരെ സന്തോഷമുണ്ട് സുബി. അവരിപ്പോ ഒളിവിലാണെന്ന് കേട്ടത് ചേച്ചി. 2 ദിവസത്തിനകം നിന്നെ നാട് വിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരെ കർത്താവ് ഇപ്പൊ നാട് വിട്ട് ഓടിച്ചത് കണ്ടില്ലേ? അതെ ചേച്ചി, ആപത്തില് നമ്മൾ തളരാൻ പാടില്ല. നമ്മുടെ കൂടെയുള്ള കർത്താവിനെ നമ്മൾ കണ്ടാ മതിയെന്ന് എനിക്കിപ്പോ നല്ലോണം മനസ്സിലായി ചേച്ചി. പ്രിയമുള്ളവരെ, ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? ദുഷ്ടരായവർ ദൈവമക്കൾക്കെതിരായി എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടില്ലേ? ദുഷ്ടരുടെ പ്രവൃത്തികൾ ചീറിപ്പായുന്ന വെള്ളം പോലെ വരുമ്പോൾ നമ്മുടെ കർത്താവ് അണക്കെട്ടുപോലെ നിന്ന് കഷ്ടപ്പെടുന്ന ആ പാവത്തിന് സഹായമായി നിൽക്കുന്നു. ഇപ്പോൾ സഹോദരി വസന്തി പോൾ അവർകൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവച്ച് നിങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തുടർന്ന് ദൈവ സന്ദേശം കേൾക്കുക, പ്രാർത്ഥിക്കുക, നിങ്ങളും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും സുഖമല്ലേ? കർത്താവിന്റെ കൃപ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും സുഖമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്കായി ഞങ്ങൾ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. ഈ പരിപാടി കാണുന്ന ഓരോ കുടുംബത്തിലുള്ളവരും അനുഗ്രഹിക്കപ്പെടണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കർത്താവ് നിങ്ങൾക്ക് സുഖവും ആരോഗ്യവും നൽകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ പരിപാടിയിലൂടെ കർത്താവ് നമ്മോട് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, കഷ്ടകാലത്ത് ദുഃഖിക്കരുത് എന്നുള്ള തലക്കെട്ടിലാണ് നമ്മൾ കർത്താവിന്റെ വചനങ്ങൾ നോക്കാൻ പോകുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഏതെങ്കിലും ഒരു വിധത്തിൽ കഷ്ടകാലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് ഒരു ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. ഒരുപക്ഷെ അത് കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യാധി കാരണമായിരിക്കാം, അതേപോലെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കലായ ചുറ്റുപാടുണ്ടാകുമ്പോൾ ഡോക്ടേഴ്സ് എന്താണ് പറയുക എന്ന് പേടിച്ചുകൊണ്ടിരിക്കും. അവരെന്തു പറയും, ഈ അപകടാവസ്ഥ എപ്പോഴാണ് മാറുക എന്നൊക്കെ നമ്മൾ പലതരത്തിലുള്ള ആപൽഘട്ടങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരാറുണ്ട്. അതുപോലെ കടബാധ്യത കാരണം ആൾക്കാരെ പറഞ്ഞയച്ച് ഭീഷണിപ്പെടുത്തും. ഇതുപോലെയുള്ള പല ആപൽഘട്ടങ്ങളെയും തരണം ചെയ്യേണ്ടി വരാറുണ്ട്. ബിസിനസ് ആയാലും കച്ചവടമായാലും
മത്സരബുദ്ധിയോടെ പെരുമാറുന്നവർ, അവരിലൂടെ പല ആപത്തുകളും സംഭവിക്കും. ഏത് സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ഒരവസ്ഥയിലായിരിക്കും. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയും നമ്മൾ കടക്കാറുണ്ട്. ഈ അപകടം എന്ന് പറയുന്നത് ഏത് സമയത്ത് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ കർത്താവിന്റെ വചനം എന്താണ് പറയുന്നത്? കഷ്ടകാലത്ത് നീ ദുഃഖിക്കരുത്, എന്നെ വിളിച്ച് അപേക്ഷിക്ക എന്ന്. ഈ കഷ്ടകാലത്ത് അവൻ നമുക്ക് ആശ്രയമായിരിക്കുന്നു, അവൻ നമുക്ക് തുണയായി നിൽക്കുന്നു, അനുകൂലമായിട്ടുള്ള തുണയായി നിൽക്കുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ അപകടം പതിയിരിക്കുന്ന ഈ ലോകത്ത് അപകടം എപ്പോഴാണ് സംഭവിക്കുക എന്നറിയാതിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരാശ്രയമുണ്ട്. അനുകൂലമായിട്ടുള്ള തുണയായി നിൽക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടാവസ്ഥയിൽ നാം എങ്ങനെയാണ് പെരുമാറുന്നത്? നമുക്ക് കർത്താവ് വാക്ക് തന്നിട്ടുണ്ട്, ഞാൻ നിനക്ക് തുണയായിട്ടുണ്ടെന്ന്. കഷ്ടകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും എന്ന്. അപകടം നിറഞ്ഞ ചുറ്റുപാടായാലും എന്തൊരു ചുറ്റുപാടായാലും ഞാൻ നിന്നെ വിടുവിക്കുന്നതിനായിട്ടും നിന്നെ രക്ഷിക്കുന്നതിനായിട്ടും നിന്നോടുകൂടെ ഉണ്ട് എന്നെല്ലാം കർത്താവ് വാക്ക് നൽകുന്നുണ്ട്. എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപകടം നിറഞ്ഞ ചുറ്റുപാടുകളിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെയാണ് ആ അവസ്ഥയെ തരണം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം കഷ്ടതയിൽ വിഷമിക്കുന്ന ഒരു മനസ്സാണ് മനുഷ്യർക്കുള്ളത്. ഏതുതരം മനുഷ്യനായാലും, എത്ര വലിയ ആളായിരുന്നാലും ശരി, എത്ര വലിയ പണക്കാരനോ അല്ലെങ്കിൽ ആരായിരുന്നാലും ശരി, കഷ്ടകാലം എന്നൊന്ന് വരുമ്പോൾ തനിക്കോ തന്റെ കുടുംബത്തിനോ തന്റെ മക്കൾക്കോ തന്റെ ബിസിനസ്സിനോ എവിടെ എന്ത് സംഭവിച്ചാലും കഷ്ടകാലം എന്ന് വരുമ്പോൾ മനസ്സ് വല്ലാതെ വിഷമിച്ചു പോകും. ആശങ്കയുണ്ടാകുന്നു, ഒരു ഭയമുണ്ടാകുന്നു. അതുപോലെ വേദപുസ്തകത്തിലും 1 ശമൂവേൽ 27 അധ്യായം 1 വചനത്തിൽ ദാവീദ് എന്ന ദൈവപുരുഷൻ വല്ലാതെ ഭയന്ന് ഒരു കഷ്ടത നിറഞ്ഞ ചുറ്റുപാടിൽ ഭയത്തോടുകൂടി ഒരു കാര്യം പറയുന്നതായി നമുക്കവിടെ കാണാം. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കേയുള്ളൂ, ഫെലിസ്തീയരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും, ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. അങ്ങനെ ദാവീദ് പുറപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ദാവീദ് ഗോലിയാത്ത് എന്ന ഒരു വലിയ രാക്ഷസനെ വീഴ്ത്തി ഇസ്രയേൽ ജനങ്ങൾക്ക് വിജയം നൽകുന്നതായി നാം കാണുന്നുണ്ട്. കാഴ്ച കാണാൻ പോയ ഒരു ദാവീദിനെ കൊണ്ട് കർത്താവ് ഒരു വലിയ രക്ഷയാണ് ഇസ്രയേൽ ദേശത്തിന് കൽപ്പിച്ചരുളിയത്. അപ്പോൾ ആ ഇസ്രയേൽ ദേശത്തിലുള്ള സ്ത്രീകൾ അവർ പാടുകയാണ്. അതായത് രാജാവായ ശൗലും ദാവീദും ഇങ്ങനെ നേർക്കുനേർ വരുമ്പോൾ, അവർ വിജയിച്ചു വരുമ്പോൾ അവരുടെ നേരെ ചെന്ന് അവരെക്കുറിച്ച് പാടുകയാണ്. മേളതാളത്തോടെ ഗീതവാദ്യങ്ങളോടെ പാടുകയാണ്. എന്താണ് പാടുന്നത്? ശൗൽ കൊന്നത് 1000, ദാവീദ് കൊന്നത് 10,000 എന്ന് പാടുകയാണ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ ശൗൽ രാജാവ് കേട്ടിട്ട്, എനിക്ക് 1000 തന്നത്, അവന് 10,000 കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് ദാവീദിന്റെ മേൽ അവന് ഒരു അസൂയ ഉണ്ടാകുന്നു. ആ ശൗൽ രാജാവിന് ദാവീദിന്റെ മേൽ ഒരു അസൂയ. ജനങ്ങളുടെ മനസ്സിൽ ഇവൻ ഇടം പിടിച്ചല്ലോ, ഇനി ഈ രാജപദവി മാത്രമല്ലേ ഉള്ളൂ, ഒരുപക്ഷെ ഇവൻ എന്റെ പദവിയിലേക്ക് വന്നാലോ എന്നുള്ള ഒരു അസൂയ അന്നു മുതൽ തന്നെ അവൻ അസൂയയും വിദ്വേഷവും കൊണ്ട് നടക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. വല്ലാത്തൊരു അസൂയ. അത് കാരണം അവനെ എങ്ങനെയെങ്കിലും കൊന്നുകളയണമെന്ന് പറഞ്ഞ് അവനെ പിന്തുടർന്ന് ചെന്ന് അവനെ വേട്ടയാടി എന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. ദാവീദ് കാട്ടിലും മലയിലും വനാന്തരത്തിലും ഓടി ചെന്ന് ഒളിക്കുന്ന ഒരു ചുറ്റുപാട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ദാവീദ് ഈ വാക്കുകൾ പറയുന്നത്. ഈ കഷ്ടകാലത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഞാൻ ഫെലിസ്തീയ ദേശത്തേക്ക് ഓടിപ്പോകുന്നത് നല്ലതാണെന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ മക്കളെ, ഇങ്ങനെയുള്ള കഷ്ടതകൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ പലരും ഇങ്ങനെ തളർന്നു പോകാറുണ്ട്. ഇനി ജീവിച്ചിട്ട് എന്ത് പ്രയോജനം, ഇനി മരിക്കുന്നതല്ലാതെ വേറെ ഒരു നിവൃത്തിയുമില്ല, ആത്മഹത്യ ചെയ്ത് മരിക്കണം, ഇനി ഈ മനുഷ്യരുടെ ഇടയിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഇനി ഈ കടം തന്നവരുടെ മുന്നിൽ എനിക്ക് തല കാണിക്കാൻ പറ്റില്ല, അയ്യോ ഈ പ്രശ്നവും കൊണ്ട് എനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്ന് അത്തരം കഷ്ടകാലങ്ങൾ, ഇത്തരം പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ മനസ്സ് തകർന്നു പോകുന്നു, ദുഃഖിക്കുന്നു, വ്യസനിക്കുന്നു, ഭയപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ മക്കളെ, കർത്താവിന്റെ വചനം എന്താണ് പറയുന്നതെന്നോ? സദൃശ്യവാക്യം 24 10 വാക്യം നിങ്ങൾ വായിക്കൂ. കഷ്ടകാലത്ത് നീ കുഴഞ്ഞുപോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള കഷ്ടകാലം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നമ്മെ സഹായിക്കുന്ന കർത്താവിനെ തേടാതെ, അവൻ നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തം അനുസരിച്ച് അവനിൽ ആശ്രയിക്കാതെ, ദുഃഖിച്ച് അതുപോലെ ആശങ്കപ്പെട്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത്. കഷ്ടകാലത്ത് നാം ചെയ്യേണ്ടത് വ്യസനിച്ച് തളർന്ന് ബലം നഷ്ടപ്പെടുത്തുകയല്ല,
കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കണം. ആപത്തിൽ സഹായിക്കുന്നവൻ, നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നവൻ, അനുകൂലമായി തുണയായി നിൽക്കുന്നവൻ, ആശ്രയം നൽകുന്നവൻ, ആ തിന്മ നമുക്കുണ്ടാകാതെ, ആ കഷ്ടകാലം നമ്മെ ഒന്നും ചെയ്യാതെ നമുക്ക് അനുകൂലമായിട്ടുള്ള തുണയായി നിന്ന് സഹായിക്കുന്നവൻ, ആ ഒരു കഷ്ടകാലത്തെ തരണം ചെയ്തു വരാൻ നമുക്ക് ശക്തി നൽകുന്നവൻ, സഹായിക്കുന്നവൻ. അതിനാൽ കഷ്ടകാലത്തെക്കുറിച്ചോർത്ത്, പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ചോർത്ത് നിങ്ങൾ വിഷമിക്കരുത്. ശുശ്രൂഷകർ ഒരു സന്ദേശത്തിൽ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഒരു കപ്പൽ യാത്രയിൽ, അതായത് ഒരു കപ്പൽ കടലിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കടലിൽ ഭയങ്കരമായ കാറ്റ് വീശുന്നു. ആ കപ്പൽ ഇങ്ങനെ ആഞ്ഞുലയുകയാണ്. കപ്പൽ മുങ്ങിപ്പോകും എന്നുള്ള ഒരു ചുറ്റുപാട്. ആ കപ്പലിലുള്ളവരെല്ലാം ഭയന്ന് വിറയ്ക്കുകയാണ്. അയ്യോ, കപ്പൽ മുങ്ങിപ്പോയാലോ, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ആ കപ്പൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാറ്റ് വീശുകയാണ്, കപ്പൽ മുങ്ങിപ്പോകും, ഇനി നമ്മൾ ജീവിക്കുമെന്നുള്ള പ്രത്യാശയില്ല. ആ ഒരു ചുറ്റുപാടിൽ ഒരു കപ്പലിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചു പയ്യൻ, അവൻ സ്റ്റെപ്സിൽ കയറുന്നു, ഇറങ്ങുന്നു, ഓടുന്നു, അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ ആ കുഞ്ഞിനെ വിളിച്ച് ചോദിച്ചു എന്ന്, എടാ മോനെ, ഈ കപ്പൽ ഇപ്പോൾ മുങ്ങിപ്പോകും, നമ്മുടെ ജീവൻ നഷ്ടപ്പെടും, കാറ്റ് ആഞ്ഞടിക്കുകയാണ്, ഞങ്ങളൊക്കെ ഭയന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്, നിനക്കൊട്ടും പേടിയില്ലേ? തിരമാലകളൊക്കെ എങ്ങനെ ആഞ്ഞടിക്കുന്നു എന്ന് കടലിന് കാണിച്ചെന്ന്. അപ്പോൾ ആ കൊച്ചു പയ്യൻ പറഞ്ഞെന്ന്, ഞാൻ എന്തിനു ഭയപ്പെടണം, ഞാൻ എന്തിനു വിഷമിക്കണം? ഈ കപ്പൽ ഓടിക്കുന്നത് എന്റെ അപ്പനല്ലേ, കപ്പൽ മുങ്ങിപ്പോയാലും എന്നെ എന്റെ അപ്പൻ രക്ഷിക്കും എന്നാ കൊച്ചു പയ്യൻ പറഞ്ഞെന്ന്. ആ കൊച്ചുകുട്ടിയുടെ ഉള്ളിൽ അവന്റെ അപ്പന്റെ മേലുണ്ടായിരുന്ന വിശ്വാസം കണ്ടില്ലേ? അതേപോലെ തന്നെ ആ കൊച്ചുപയ്യൻ പറഞ്ഞതാണ്, എന്റെ അപ്പൻ ഈ കപ്പൽ മുങ്ങിപ്പോയാലും കടലിനടിയിൽ താണുപോയാലും എന്റെ അപ്പൻ എന്നെ രക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസം. അതാണ് വേണ്ടത്. അചഞ്ചലമായ വിശ്വാസം അവന്റെ അപ്പന്റെ മേലുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ പിതാവായ യേശു, അവനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമുക്ക് എന്തു പ്രശ്നമായാലും, എന്തു പ്രതിസന്ധിയുണ്ടെങ്കിലും, എത്ര അപകടകരമായ ചുറ്റുപാടായാലും നമ്മെ രക്ഷിക്കുവാൻ ശക്തിയുള്ളവനാണ് ദൈവം. അതിനാൽ ആ ഒരു വിശ്വാസത്തോടുകൂടി അവനെ വിളിച്ച് നമ്മൾ അപേക്ഷിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് സ്വാതന്ത്ര്യം നൽകും. ഏതോ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് നിങ്ങൾ വ്യസനിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്തോ ഒരു പ്രതിസന്ധി കാരണം എന്താണ് തീരുമാനിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു വരിക? അയ്യോ, എന്റെ മകൻ ആശുപത്രിയിൽ കിടക്കുകയാണല്ലോ, എന്റെ ഭർത്താവ് ആശുപത്രിയിൽ കിടക്കുകയാണല്ലോ, എന്റെ കുടുംബം ഇനി എന്താകുമെന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി, വിഷമത്തോടുകൂടി, എന്തോ ഒരു അപകടകരമായ അവസ്ഥയിൽ, സമ്മർദ്ദമുള്ള ഒരു ചുറ്റുപാടിലാണോ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? കർത്താവ് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. കഷ്ടകാലത്ത് ദുഃഖിക്കരുത്. അവനെ വിളിച്ചപേക്ഷിക്കുക, യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുക. അവൻ നിങ്ങളെ സഹായിക്കുന്നതാണ്, അവൻ നിങ്ങൾക്ക് ആശ്രയം നൽകുന്നതാണ്. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. ആ ഒരു വിശ്വാസത്തോടുകൂടി ഏതൊരു ചുറ്റുപാടായാലും ഇന്ന് കർത്താവിന് മുൻപാകെ അവനെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. എല്ലാ ചുറ്റുപാടുകളെയും കർത്താവ് തലകീഴാക്കി മാറ്റും. ആ വിശ്വാസത്തോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഈ മനോഹരമായ വാക്കുകളിലൂടെ ഞങ്ങളോടങ്ങ് സംസാരിച്ചിരിക്കുന്നു യേശുവേ. പ്രിയപ്പെട്ട ഈ മക്കളോടങ്ങ് സംസാരിച്ചിരിക്കുന്നു യേശുവേ. ഏതോ ഒരു അപകടകരമായ ചുറ്റുപാടിൽ, ഏതോ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ യേശുവേ എന്താണ് ചെയ്യുക, എങ്ങനെയാണ് ഇത് തരണം ചെയ്യുക? അയ്യോ, ഈ ചുറ്റുപാടിൽ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക? എന്റെ മകൻ എന്താകും, എന്റെ ഭർത്താവിന് എന്താകും? എന്തോ ഒരു രോഗം നിമിത്തം, എന്തോ ഒരു മാരക രോഗം നിമിത്തം ആശുപത്രിയിൽ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യേശുവേ. ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള കടബാധ്യതകൾ, മറ്റുള്ളവരുടെ അസൂയ കാരണമുണ്ടായ പ്രശ്നങ്ങൾ, പല പ്രതിസന്ധി ഘട്ടങ്ങളും, ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ തരണം ചെയ്തു വരും? ഇനി ജീവിക്കുന്നതിനേക്കാൾ ഞങ്ങൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് എത്രയോ ഹൃദയങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ് യേശുവേ. ഈ സന്ദേശം കേട്ട് കർത്താവ് എന്നെയും സഹായിക്കും. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ സഹോദരന് വേണ്ടിയും ഓരോ സഹോദരിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു യേശുവേ. കർത്താവ് സ്വാതന്ത്ര്യം നൽകുന്നവനാണ്. അങ്ങയോട് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ സ്വാതന്ത്ര്യം നൽകുമെന്ന് ഞങ്ങൾക്കറിയാം യേശുവേ. യേശുവേ, ആ വചനമനുസരിച്ച് ഈ സമയത്ത് അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്ന ഓരോരുത്തർക്കും ഈ അപകടം നിറഞ്ഞ ചുറ്റുപാടുകൾ അകറ്റി, സമ്മർദ്ദം അനുഭവിക്കുന്ന ചുറ്റുപാടുകൾ അകറ്റി, ഇവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങളെ കർത്താവേ അങ്ങ് മാറ്റണമേ. അതെല്ലാം അകറ്റി ഈ മക്കളെ സന്തോഷിപ്പിക്കണമേ. ഇവരുടെ കഷ്ടതകൾ മാറട്ടെ, ആശങ്കകൾ മാറട്ടെ, ഭയമെല്ലാം മാറട്ടെ യേശുവേ. പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം മാറട്ടെ യേശുവേ. കർത്താവ് ഇവർക്ക് സ്വാതന്ത്ര്യം നൽകണമേ, അനുഗ്രഹം നൽകണമേ, സന്തോഷം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ യേശുവേ. യേശു എന്നോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസം കർത്താവ് ഇവർക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കണമേ. ഭയന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും
ഇവർക്ക് സ്വാതന്ത്ര്യം നൽകി മക്കളെ സന്തോഷിപ്പിച്ച് അങ്ങയുടെ നാമത്തിന് ഇവരെ സാക്ഷിയായി നിർത്തേണമേ. അങ്ങയുടെ കരങ്ങളിൽ ഇവരെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന ഇന്ന് കേട്ടിരിക്കുന്നു യേശുവേ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അങ്ങ് സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.